എപ്പോഴും കസ്റ്റമേഴ്സ് പേ ചെയ്യുന്നത് ബ്രാൻഡിനാണ്. അതുകൊണ്ടൊരു ബ്രാൻഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് ബ്രാൻഡിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലോഗോനെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ബാ. നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളൊരു ബ്രാൻഡാണ് ക്ലബ് സുലൈമാനി. അപ്പോൾ ഇവരുടെ ഒരു മഗ് ഉണ്ടല്ലോ, ആ മഗ്ഗിൽ നിന്ന് ആവി പറക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ആക്ച്വലി അതൊന്ന് നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതൊരു സിയും എസ്സുമാണ്, ലെറ്റേഴ്സാണ്. അത് സി ഫോർ ക്ലബ്, എസ് ഫോർ സുലൈമാനി. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ബ്രാൻഡിങ്ങിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ലോഗോ മേക്കിങ്ങിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് കാര്യങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു കോമൺ മാൻ ഒരു കോമൺ സിനാരിയോയിൽ ഒരു ലോഗോ എങ്ങനെയാണ് അവരുടെ മൈൻഡിലേക്ക് വരുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണോ ആ ലോഗോ എന്ന് ആസ് എ കോമൺ മാൻ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സുലൈമാനിയുടെ ഒരു കളർ ഷെയ്ഡൊക്കെ ആയിട്ട് എന്തുണ്ട് ചെറിയൊരു സിമിലാരിറ്റി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ, നമ്മളൊരു ലോഗോ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഇതേപോലെ മിനിമലിസ്റ്റിക് ആയിട്ട് സിമ്പിളായിട്ട് എന്താണ് അത് കസ്റ്റമറോട് അല്ലെങ്കിൽ ഓഡിയൻസിനോട് അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നാവും തോന്നുന്നു. ഇതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ലോഗോസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാം.